അവള് മനസ്സില് എന്റെ അച്ഛനും അമ്മയ്ക്കും വിളിക്കുക. പേര് മറന്നുപോയെങ്കിലേ അവരുടെ പേര് പറയാടി. ഇങ്ങോട്ട് നോക്കടി. ശ്രീധരൻ, സരോജിനി. വിളിക്കേ. അവരുടെ മാത്രമല്ല, അവരുടെയും അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിളിക്കേ. അതിന് അമ്മയുടെ മനസ്സല്ല എന്റെ മനസ്സ്. ഓ ഒരു കാര്യം ചെയ്. നിന്റെ മനസ്സ് ഒന്ന് മാന്തി പൊളിച്ചു നോക്ക്. ആ നിമിഷം മറ്റുള്ളൊരു ബോധം കെട്ട് വീഴും. നീ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴേ നടയടയാത്തത് നിന്റെ ഭാഗ്യം എന്ന് വെച്ചാ നിന്നെ പോലെ ഉള്ളവളുമാരെ ദൈവമൊക്കെ എങ്ങനെയാടി ഈ സഹിക്കുന്നത്? ഒരു ചുന്ദരി മോഹിനി. വറുത്ത കോരുവാ പലഹാരം നിന്റെ കെട്ടിയോള്. അവളെന്റെ കെട്ടിയോളാണെന്ന് പറയല്ലേ? ഞാൻ പറഞ്ഞില്ലെങ്കിലും നാട്ടുകാര് പറയുമല്ലോ. അവളെ കെട്ടിയത് കൊണ്ടേ നമുക്ക് നമ്മുടെ മോളെ കെട്ടിയെന്ന് മാത്രം സമാധാനിക്കാം. അല്ലാതെ അവളെ പോലൊരു ഭാര്യയെ കൊണ്ട് ആർക്കെന്ത് മെച്ചവാടാ? അമ്മേ, പലഹാരം എല്ലാം വറുത്ത് കോരിക്കഴിഞ്ഞാ കൊണ്ടുപോകാനുള്ളത് അവൾ ടിന്നിലെടുത്ത് വെക്കും, ബാക്കിയെ പുറത്തെടുത്ത് വെക്കുള്ളൂ. അതെനിക്കറിയാം. അതുകൊണ്ട് ടിന്നിനകത്തുള്ളതിലാണ് നമ്മൾ വിഷം പുരട്ടാൻ പോകുന്നത്. അത് കഴിച്ച ശേഷം കുഞ്ഞുപോയ സങ്കടത്തില് അവിടെ മോള് കിടന്ന് നിലവിളിക്കണം. അത് കണ്ടിട്ട് ഇവള് മോഹിനി അവളും നിലവിളിക്കട്ടെ. അങ്ങനെ കൂട്ട നിലവിളി കണ്ട നിനക്ക് പുളിക്കുവോ? എനിക്ക് പുളിക്കുന്നു ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ തല ഞാൻ പൊളിക്കും. അമ്മ എന്താ അമ്മ ഇങ്ങനൊക്കെ പറയുന്നേ? എടാ എനിക്ക് നിന്നോടല്ല അവളോടാണ് ദേഷ്യം. നീ ഒന്ന് ആലോചിച്ചു നോക്കടാ പ്രതാപ. ഇതുവരെ ആ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. എന്നിട്ടും പേരുദോഷം കേൾപ്പിച്ച മോളെ ഓർത്ത് അവക്ക് എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടോന്ന് നോക്കടാ. അവൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നു പോലുമില്ല. കണ്ണനെന്ന് പറഞ്ഞാലേ അവിടെ കണ്ണിലുണ്ണിയായിരുന്നു. അവനെ വഞ്ചിച്ച മോളോട് ഇത്തിരിയെങ്കിലും ദേഷ്യം അവൾക്ക് തോന്നണ്ടേടാ. അങ്ങനെയുള്ളവൾക്ക് ഇതുപോലെ പലഹാരം ഉണ്ടാക്കിക്കൊണ്ട് ഇവള് പോവും. ഈ വീടേ ശരിക്കും പറഞ്ഞ ഇപ്പൊ ഒരു ഹോട്ടലാടാ. ഏതു നേരവും പലഹാരത്തിന്റെ മണവാ. ഉണ്ണിയപ്പം പൊരിക്കുന്നു, അച്ചപ്പം പൊരിക്കുന്നു, വാഴയ്ക്ക വറക്കുന്നു. സത്യം പറഞ്ഞ വേറെ വല്ലവരും ആയിരുന്നെങ്കിലേ അവളെ വാർത്തന്. ഇതുപോലെ നാണം കെടുത്തിയ മോളെ. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് നിന്നപ്പോ പറയുവാ, തിളച്ച വെളിച്ചെണ്ണയുടെ മുന്നിലാ ഞാൻ നിക്കുന്നേന്ന്. എന്ന് വെച്ചാ അമ്മയുടെ മുഖത്ത് അത് കോരി ഒഴിക്കുന്ന പറഞ്ഞേ? അതെ. അതുകൊണ്ട് ആ എണ്ണ വാർത്ത പലഹാരത്തിൽ വിഷം ചേർന്നോടാ. എന്നിട്ട് അവളും അവിടെ മോളും കൂടെ കുത്തിയിരുന്ന് കരയുന്നത് നമുക്ക് കാണണം. നാളെയോടെ അതെല്ലാം നടക്കുമേ. ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അങ്ങ് ചെയ്താൽ മതി. അത് ഞാൻ ഏറ്റു. സമയം ഒരുപാടായി. ഇനി ചെന്നില്ലെങ്കില് ഞാൻ ഇവിടെ പോയിന്ന് വീട്ടിലുള്ളവർ സംശയിക്കും. ഇപ്പൊ തന്നെ ദേ 1-2 കോള് വന്നു കഴിഞ്ഞു. ഇടയ്ക്കൊക്കെ മാറി നിൽക്കാൻ പറ്റില്ലേ കണ്ണേട്ടന്? അതിന് തക്കതായ സാഹചര്യം വരട്ടെ, എന്നിട്ടേ മാറിയെന്നോളാം. പിന്നെ താൻ ഇവിടെ ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല. ടെൻഷനില്ലേ? എന്നിട്ടാണോ ഇടയ്ക്ക് വിളിച്ച് ഒറ്റപ്പെട്ട പോലൊരു ഫീലാണെന്നൊക്കെ പറയുന്നത്? അത് പിന്നെ ഏതു നേരം എൻ്റെ അടുത്തിരുന്ന ആള് പെട്ടെന്ന് അകന്നു പോയതിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. അതിനി കുറച്ചു ദിവസം കൂടി തുടരും. ഇനി 8 മാസം എന്ന് പറയുന്നത് പെട്ടെന്നങ്ങ് പോവുമല്ലോ. അതിനുശേഷം താൻ എൻ്റെ അടുത്ത് തന്നെ കാണുമല്ലോ. പിന്നെ ഞാൻ അനന്തോനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജനിക്കുന്ന കുഞ്ഞിന് നമ്മൾ അച്ഛനും അമ്മയാണെങ്കിൽ അവനും അവൻ്റെ ഭാര്യയും രണ്ടാനച്ഛനും രണ്ടാനമ്മയായിരിക്കുമെന്ന്. നമ്മൾ ജോലിക്ക് വന്ന സമയത്ത് കുഞ്ഞിനെ ലേഖയിടയിൽ കൊടുക്കാന്നും പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും എനിക്ക് ഒരു എതിർപ്പുമില്ല കണ്ണേട്ടാ. ഞാൻ കണ്ണേട്ടൻ്റെ അടുത്തുനിന്ന് ഇങ്ങോട്ട് വന്നപ്പോ കണ്ണേട്ടന് എത്ര വേദനിച്ചോ അതിന്റെ ഇരട്ടി വേദനയായിരിക്കും ഞാൻ ഇവിടുന്ന് കുഞ്ഞിനെ കൊണ്ട് പോകുമ്പോ ലേഖയ്ക്കും അനന്തേട്ടനും ഒക്കെ. സത്യം പറയണമല്ലോ, ഇങ്ങനെയുള്ള സുഹൃത്തുക്കളെ കിട്ടുന്നത് ഒരു ഭാഗ്യ കണ്ണേട്ടാ.
എന്റെ കൂടെ പഠിച്ച എല്ലാ കൂട്ടുകാരും അങ്ങനെയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഉം. എന്റെ ബന്ധുക്കളാ എന്നും എന്റെ ശത്രുക്കളായി നിന്നിട്ടുള്ളത്. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാ. നമ്മുടെ സ്വത്തിൽ ആർത്തി കൊണ്ട് നടക്കുന്നവരാ നമ്മുടെ ശരിക്കുള്ള എതിരാളികൾ. അവര് നമ്മുടെ ഏത് തകർച്ച ആസ്വദിക്കും. നമ്മുടെ മരണസമയത്ത് ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി കരഞ്ഞിട്ട് ആരുമില്ലാത്തപ്പോ അതൊരു ആഘോഷമാക്കി മാറ്റും. എന്നാ ഞാൻ പോട്ടെ. ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം. ശരി കണ്ണേട്ടാ, ഇവിടെ ഞാൻ സേഫാ. കണ്ണേട്ടാ സൂക്ഷിക്കണേ. ചുറ്റിന് ശത്രുക്കളുണ്ട്. അവരൊക്കെ ഇപ്പൊ കണ്ണേട്ടനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും എപ്പോഴാ സത്യം തിരിച്ചറിയുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇനി അതറിഞ്ഞാലും അവരെല്ലാം അത് മനസ്സിൽ വെക്കത്തേ ഉള്ളൂ. ഒന്നും തുറന്നു പറയില്ല. അതൊക്കെ ഓർമ്മ വേണം. നമ്മുടെ കുഞ്ഞിന്റെ സുഖമായ ജനനത്തിന് വേണ്ടിയല്ലേ നമ്മൾ ഈ നാടകമൊക്കെ കളിക്കുന്നത്. താൻ തൻ്റെ ആരോഗ്യം നോക്കിയാൽ മതി. എന്നെപ്പറ്റി ചിന്തിക്കണ്ട. ഞാൻ പോട്ടെ. ആ ചെല്ലുമോളെ, ദേ അവൻ വന്നു. നീ അവനെ പോയി ഒന്ന് പിടിച്ചോണ്ടൊക്കെ വാ. അവന് വീൽ ചെയറിൽ വരാം. എന്നാലും മോളൊന്ന് ചെല്ല്. അല്ലേ? ചെല്ല്. കണ്ണേട്ടാ പതുക്കെ, ഞാൻ പിടിച്ചോളാം. ഏയ്, ഇതിന്റെ ആവശ്യമൊന്നുമില്ല സ്വാതി. എനിക്ക് ഈ വീൽ ചെയർ ഉള്ളപ്പോ പരസഹായമില്ലാതെ എനിക്ക് അകത്തേക്ക് വരാൻ പറ്റും. എന്നാലും കർണേട്ടത്തിയുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ വന്നപ്പോ കണ്ണേട്ടൻ വീൽ ചെയറിൽ നിന്ന് വീണില്ലായിരുന്നോ? അതുകൊണ്ട് കണ്ണേട്ടൻ ഇവിടെ ഉള്ളപ്പോ എങ്ങോട്ട് തിരിഞ്ഞാലും നോക്കണേന്നാ അപ്പച്ചി പറഞ്ഞിരിക്കുന്നെ. ചേട്ടാ അങ്ങോട്ടൊന്ന് കൊണ്ടുവന്നേ. മതി മതി, ഇനി ഞാൻ പിടിച്ചോളാം. എടാ മോനെ, ഒരു സന്തോഷ വാർത്ത ഉണ്ടടാ. മേഘൻ വിചാരിച്ചിട്ട് മഹാലക്ഷ്മിയെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആ, അതിനു പകരമേ മോളുടെ അച്ഛനും മുത്തശ്ശിയും അതിനു വേണ്ട പരിഹാരം ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ എന്റെ വീട്ടിൽ വന്നിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കാ ഇപ്പോ. അമ്മ അതൊക്കെ ഉണ്ടാക്കാനുള്ള തിരക്കിലാ ഇപ്പോ. അന്ന് എന്റെ കുഞ്ഞിനെ കളഞ്ഞില്ലേ, അതുപോലെ തന്നെ അവളുടെ കുഞ്ഞിനെയും കളയാനാണ് അച്ഛനും മുത്തശ്ശിയും തീരുമാനിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാ മോഹിനി ഉണ്ടാക്കുന്ന പലഹാരത്തിലെ കുഞ്ഞിനെ കളയാനുള്ള വിഷം ചേർക്കും മോളുടെ മുത്തശ്ശി. ആ ദേ, മഹാലക്ഷ്മിയല്ലേ തെറ്റ് ചെയ്തത്, ആ കുഞ്ഞെന്തു പിഴച്ചു എന്നൊന്നും നീ പറയരുത്, ചിന്തിക്കുകയും ചെയ്യരുത്. അങ്ങനെ ഞാൻ പറയുകയും ചിന്തിക്കുകയും ചെയ്യില്ലല്ലോ അമ്മേ. ആ, നിങ്ങളൊക്കെ ഇനി എന്ത് തീരുമാനിച്ചാലും ശരി, അതിനൊപ്പം ഞാനുണ്ട്. മോൻ എന്തുമാത്രം വേദന ഉള്ളതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത്.
അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊല്ലാൻ ഒരിക്കലും മോൻ സമ്മതിക്കത്തില്ല. ആ കണ്ണനൊക്കെ മരിച്ചുപോയി. എല്ലാവരോടും ആത്മാർത്ഥത കാണിച്ചിട്ട് എനിക്ക് കിട്ടിയതൊക്കെ നന്ദികേടും അവഗണനയും. ശ്ശോ, അതുകൊണ്ടിനി പഴയതുപോലെ പുണ്യാളനാവാൻ താല്പര്യമില്ല. എടാ, ഒരുത്തി ഈ വീട്ടില് മരുമോളായിട്ട് വരുന്നതിന് മുൻപേ നമ്മൾ എത്രത്തോളം സ്നേഹത്തോടെ കഴിഞ്ഞതാടാ കണ്ണാ. അവള് വന്ന ശേഷം എല്ലാം പോയില്ലേ? അത് ഞാനും മനസ്സിലാക്കുന്നുണ്ടമ്മേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്താലും കൂടെ നിൽക്കുമെന്ന്. പക്ഷേ ഒരു കാര്യം ചെയ്യാൻ പോയിട്ട് അതിന്റെ അവസാനം നിരാശയുണ്ടാവരുത്. ഇത്തവണ ഒരു നിരാശ ഉണ്ടാവില്ല കണ്ണേട്ട. കുഞ്ഞിനെ നഷ്ടപ്പെട്ട അലറിക്കരയുന്ന മഹാലക്ഷ്മിയെ കണ്ണേട്ടനെ നേരിട്ട് പോയി കാണാം. നാളെ അവൾക്ക് അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന ദിവസ. അല്ല, കുഞ്ഞിനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാ അവൾ ഇങ്ങോട്ട് തിരിച്ചു വരുവോ? ആ, അങ്ങനെ അവള് വന്നാലേ അവളുടെ മുഖത്ത് ചൂലുകൊണ്ട് അടിക്കും ഞാൻ. ഇനി അയാൾ എങ്ങനെ വന്നാലും അയാൾക്ക് അയാളുടെ മുമ്പിൽ ഈ കമലേശ്വരം തറവാടിന്റെ വാതിൽ തുറക്കില്ല. പിന്നെ അധികാരം കാണിച്ചോണ്ട് വന്നു കഴിഞ്ഞാ അമ്മ പറഞ്ഞ പോലെ ചൂലെടുത്ത് അയാളെ അടിക്കാനൊന്നും പറ്റില്ലമ്മേ. കാരണം ഈ തറവാടിന്റെ പകുതി അവകാശം അയാൾക്കായിപ്പോയി. ഓ, ശ്ശോ, എന്നാലും അതൊരു വലിയ ചതിയായി പോയല്ലോടാ മോനെ. അതെ, ചെയ്ത പലതും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളായിപ്പോയി. ഇനിയിപ്പോ അതേപ്പറ്റി പറഞ്ഞും പരിതപിച്ചിട്ടും ഒരു കാര്യമില്ല. നിങ്ങളൊക്കെ ചെയ്യാനുള്ളതൊക്കെ എന്താന്ന് വെച്ചാൽ ചെയ്തോ. ശത്രുവിന്റെ നാശം തന്നെയാ ഞാനും ആഗ്രഹിക്കുന്നത്. നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയുന്നതുകൊണ്ട് എന്റെ ഭാര്യയ്ക്കോ കുഞ്ഞിനോ ഒരു പോറൽ പോലും പറ്റില്ല. ലൈറ്റ് ഇട്ടേ. ഈ സ്വിച്ച് എല്ലാം മാറ്റേണ്ട സമയമായി. പിന്നിൽ അടച്ചു വെച്ചിട്ടുണ്ടോ നോക്കി. നോക്കാം. അതെന്തൊരു ചോദ്യമാടാ, പിന്നെ അടച്ചു വെക്കത്തില്ലേ? ആ, എന്നാ ഇങ്ങെടുത്തോ. നിറയുണ്ട്. അവക്ക് മാത്രമല്ല, അവിടെയുള്ള എല്ലാവർക്കും കഴിക്കാനുണ്ട്. അവള് കുഞ്ഞിനെ കളഞ്ഞിട്ട് കിടന്ന് നിലവിളിക്കുമ്പോഴേ അവളുടെ സഹായത്തിന് നിൽക്കുന്നവരും വയറ് വയ്യാതെ കിടന്ന് ഓടട്ടെ, ഓടിത്തള്ളട്ടെ. ഇവളുണ്ടല്ലോ ഈ പലഹാരം ഉണ്ടാക്കാൻ മിടുക്കിയ. കുമ്പിളപ്പം, ഇതിനകത്തെ ചില ചേരുവകളൊക്കെ ചേർക്കും. അതെനിക്കറിയാവുന്നല്ലേ. അവളുടെ വീട്ടിൽ അമ്മമാരവളെ പഠിപ്പിച്ചതാ. കല്യാണം കഴിഞ്ഞപ്പോ മുതല് ഇടയ്ക്കിടയ്ക്ക് ഇവള് എനിക്കിത് ഉണ്ടാക്കി തന്നതിന്റെ ഫലമാ ഞാൻ ഇങ്ങനെ. എല്ലാവർക്കും ഇത് വലിയ ഇഷ്ടമാ. നമ്മള് പരാതി പറയാതിരിക്കാൻ വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേ ഇവിടെയുള്ളവർക്ക് കഴിക്കാനാ. ഇച്ചിരി കഴിച്ചു നോക്കി. എനിക്ക് വേണ്ട. വേണ്ടേ? വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. എന്തൊരു ടേസ്റ്റാടാ. ഇവളെ മനസ്സറിഞ്ഞ് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഉള്ള സമയം കളയല്ലേ. ഇത് അതിനകത്ത് പെട്ടാൻ വേണ്ടിട്ട് ഒരു പാത്രം ഇങ്ങെടുത്തേ. ഇത് മതിയോടാ. അതങ്ങോട്ട് വെക്കേ. ഞാൻ ഇങ്ങോട്ട് അവളിപ്പോഴാണ് ഇങ്ങോട്ട് വരുമെന്തോ. ഞാൻ പിടിക്കാം. കുമ്പളപ്പം ആയതുകൊണ്ടേ ഓരോന്നെടുത്ത് അതിനകത്ത് തേച്ച് വെച്ച് കൊടുക്കാം. ഇങ്ങോട്ട് പിടിച്ചേ, ഞാൻ സഹായിക്കാമേ. ഇതിൻ്റെ ഉള്ളിലേ ചെറുതായിട്ടൊന്ന് പിടിപ്പിച്ചാൽ മതി. അതിനകത്ത് മതി. നാവി തൊട്ടാ തന്നെ പടി ഉറപ്പാ. എന്നാ പിന്നെ നീയും കൂടെ ഒന്ന് സഹായിക്കാം. അത് ഞാൻ സഹായിച്ചോണ്ടിരിക്കില്ല. അത് തന്നെയല്ലേ പറഞ്ഞ സഹായിക്കാൻ.
അതിൻ്റെ ഉള്ളിലൂടെ. ഇതിത്തിരി മെനക്കെട്ട പണിയാ. പക്ഷേ അതുകൂടെ പിടിച്ചേ. എല്ലാത്തിലും കലർത്തിയേ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോഴേ പറ്റാത്തതായിരിക്കും അവളെടുത്ത് കഴിക്കുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ട് അവൾക്ക്. ആ അത് ശരിയാ. പരാതി ഉണ്ടാകാതിരിക്കാൻ സമാസമോ അവള് പകുത്തു വെച്ചിരിക്കുന്നത്. എല്ലാം കഴിഞ്ഞ ശേഷം അത് കവറിലാക്കി നീ നമ്മുടെ മോക്ക് കൊണ്ടുപോയി കൊടുക്കണം. അവളുടെ മോൾക്ക് ആസ്വദിച്ച് കഴിക്കാൻ ഉണ്ടാക്കി വെച്ചത് അവളുടെ മോളും അവളെ സ്നേഹിക്കുന്നവരും രുചിയോടെ കഴിക്കട്ടെ. നാളെ അവളുടെ കുഞ്ഞു പോകുന്ന ദിവസമല്ലേ, അത് അവരെ ഇങ്ങനെ ആഘോഷിക്കട്ടെ, ഇങ്ങനെ ആഘോഷിച്ചു കൊണ്ടാടട്ടെ. ജനിക്കാത്ത ഒരു കുഞ്ഞിനെ അമ്മയുടെ വയറ്റിൽ വെച്ച് പോലും കൊല്ലാൻ മടിയില്ലാത്ത ഇനങ്ങൾ. ഇങ്ങനെയൊരവസ്ഥയില് എന്റെ മോള് വീട് മാറി നിന്നത് എന്തുകൊണ്ട് നല്ലതാ? രണ്ടും ഉറങ്ങിക്കാണും. ഉറങ്ങിക്കഴിഞ്ഞ പിന്നെ ബോംബിട്ടാലും ഉണരത്തില്ല. ഇവിടെയുള്ളവർക്കും പിന്നെ കരുണയ്ക്കും കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെച്ചതാ. രണ്ടും ഒരുപോലെ പകത്താ വെച്ചത്. അത് ബാക്കിയായി. ഇങ്ങനൊരു നാടകം കളിക്കുന്നതിന്റെ ഗുണമൊക്കെ തനിക്കിപ്പോ മനസ്സിലായോ? ഇപ്പൊ കാര്യങ്ങളൊക്കെ അപ്പോഴപ്പോഴും അറിയുന്നുണ്ട്. നാളെ നടക്കാൻ പോകുന്ന അപകടം എന്താണെന്ന് നമുക്കിപ്പോ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്നാലും ജനിക്കാത്ത കുഞ്ഞിനോട് പോലും അടങ്ങാത്ത പകയാണല്ലോ കണ്ണേട്ട അവർക്കൊക്കെ. സ്വന്തം മോളുടെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയൊരു അമ്മയാ ഇവിടെ ഉള്ളത്. പിന്നെ അവർക്കൊക്കെ നമ്മുടെ കുഞ്ഞിനെ കൊല്ലാനാണോ പാട്? തന്റെ വയറ്റിൽ കിടക്കുന്നത് എന്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇതിലും കടുത്ത നടപടികൾ ഉണ്ടായേനെ. ഞാനിപ്പോ അവരുടെയൊക്കെ കൂടെ ഉണ്ടെന്ന് കരുതിയിട്ടാ എന്നോട് സത്യങ്ങളെല്ലാം അവരൊക്കെ വിളിച്ചു പറയുന്നത്. പക്ഷേ എന്നെങ്കിലും ഒരു ദിവസം ഞാൻ അറിയുന്നതൊക്കെ ചോർത്തി തരുന്നുണ്ടെന്ന് എല്ലാവരും സംശയിച്ചേക്കാം. എന്നാലും അതിനൊക്കെ കുറച്ചുകൂടെ സമയമെടുക്കും. നമ്മുടെ കുഞ്ഞു വളരട്ടെ. അതുവരെ താൽക്കാലികമായുള്ള ഈ വിരഹം നമ്മൾ സഹിച്ചേ പറ്റൂ. ഇത് വിരഹമല്ലല്ലോ കണ്ണേട്ടാ. നമുക്കിതുപോലെ വിളിക്കാൻ തോന്നുമ്പോഴൊക്കെ വിളിക്കാൻ പറ്റുന്നുണ്ടല്ലോ. കാണാൻ തോന്നുമ്പോഴൊക്കെ കാണാനും കഴിയുന്നുണ്ട്. എന്നാലും എപ്പോഴും താൻ എൻ്റെ അരികിൽ വേണമെന്നുള്ളൊരു തോന്നല.
ചില നേരത്തൊക്കെ താൻ അടുത്തുണ്ടെന്ന് കരുതി ഞാൻ പലതും പറയാറുണ്ട്. പിന്നെയാ എന്റെ ഭാര്യ അകലെയാണെന്ന് ഞാൻ ഓർക്കുന്നത്. അതിന് ഞാൻ ഒരുപാട് അകലെയൊന്നും അല്ലല്ലോ. ഒരു 4-5 കിലോമീറ്റർ ദൂരം, അത്രയല്ലേ ഉള്ളൂ. ആ ദൂരം പോലും എനിക്കിപ്പോ അസഹ്യമായിട്ടാ തോന്നുന്നേ. എന്തായാലും തന്റെ അമ്മ ഇപ്പോ നമ്മൾ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് നാളെ അമ്മ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന പലഹാരം തനിക്ക് ധൈര്യമായിട്ട് കഴിക്കാം. ഇനി അവിടെ ബാക്കി വെച്ചിരിക്കുന്ന പലഹാരം തന്റെ രണ്ടാനച്ഛനും അയാളുടെ അമ്മയും കഴിക്കുന്നുണ്ടെങ്കിൽ അവരതിൽ കലർത്തിയ വിഷത്തിന്റെ വീര്യം അവർ തന്നെ അനുഭവിച്ചറിയട്ടെ.